الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم لا سهل إلا ما جعلته سهلا وأنت إذا شئت تجعل الحزن سهلا أعوذ بالله من الشيطان الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ നാട്ടുകാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെയും ഇത് ശ്രവിക്കാനായി ഇവിടെ ഒരുമിച്ച് കൂടിയ നാട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എല്ലാ അർത്ഥത്തിലും പ്രയോജനകരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. എനിക്ക് സംസാരിക്കുവാനുള്ളത് പ്രവാചക സ്നേഹത്തെ സംബന്ധിച്ചാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിന്റെ ഭാഗമാണ് പ്രവാചക സ്നേഹം എന്നുള്ളത്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തു തൗബയിലാണുള്ളത്. ഈ സൂറത്ത് തൗബ അവതരിക്കുന്ന കാലം, പശ്ചാത്തലം, അത് വെച്ചിട്ട് ആ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ പ്രാധാന്യവും ഗൗരവവും നമുക്ക് കൂടുതൽ വ്യക്തമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന കാലത്തേക്ക് അടുക്കുമ്പോൾ ആ സന്ദർഭത്തിൽ നടന്ന ഒരു യുദ്ധമാണ് തബൂക്ക് യുദ്ധം. ആ യുദ്ധത്തിന്റെ സന്നാഹങ്ങൾ നടക്കുന്ന സമയം
മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദാരിദ്ര്യവും വരൾച്ചയും ക്ഷാമവും നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. വിളവ് കൊയ്യാനായിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഈന്തപ്പനയോ കൃഷിയോ ഉണ്ടെങ്കിൽ ആ കൃഷി, ആ ഈത്തപ്പഴം കൊയ്ത് ഉണക്കി സൂക്ഷിക്കേണ്ട ഒരു കാലം. ആ സന്ദർഭത്തിൽ അധ്വാനിക്കുന്നവരാരും മദീന വിട്ട് പുറത്തു പോവുകയില്ല. കാരണം പോയാൽ ഈ പണി ചെയ്യാൻ ആളുണ്ടാവില്ല. ഒരു കൊല്ലത്തേക്കുള്ള റിസ്ക്കാണ്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുവാൻ, അതിനുവേണ്ടി എല്ലാം അർപ്പിക്കുവാൻ, ത്യജിക്കുവാൻ സഹാബിമാരെ ആഹ്വാനം ചെയ്യുകയാണ് അവരോട്. ഈ സന്ദർഭത്തിൽ പോകാൻ താൽപ്പര്യമുള്ളവർക്ക് പോലും താൽപ്പര്യമുണ്ടാവാത്ത എല്ലാ അവസ്ഥയുമുണ്ട്. കാലാവസ്ഥയാണെങ്കിൽ അറബ് രാജ്യങ്ങളിൽ ഏറ്റവും പ്രയാസകരമായ കാലാവസ്ഥയാണ്. സാധാരണ ഈത്തപ്പഴം പഴുക്കുക എന്ന് പറയാൻ അതിന് പ്രത്യേക പുഴുങ്ങുന്ന ഒരു കാലാവസ്ഥയുണ്ട്. നമ്മൾ ആവിച്ചെമ്പിൽ കൈവച്ചാലുള്ളതുപോലെ അത്രക്ക് ചൂട് പിടിച്ച ഒരു കാലാവസ്ഥ. യുദ്ധത്തിന് പോകേണ്ടത് 10,000-3000 കിലോമീറ്റർ അകലെയാണ്. മദീനയിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ഇങ്ങനെ പോകുവാനുള്ള യാത്രാ സൗകര്യങ്ങളില്ല, വാഹനങ്ങളില്ല, വാഹനം വാങ്ങിക്കുവാനുള്ള സാമ്പത്തിക ശേഷി പലർക്കുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അതിസങ്കീർണമായ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബിമാർ ബാക്കിയുള്ളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജിഹാദിന് പോകാൻ തയ്യാറായി. അതിൽ പോകാൻ ചില ആളുകൾക്ക് അതിയായി ആഗ്രഹമുണ്ട്. പക്ഷേ ആ ആഗ്രഹത്തിനനുസരിച്ച് നടന്നു പോകാൻ പറ്റിയ ദൂരമല്ല, വാഹനം വാങ്ങിക്കുവാനുള്ള കഴിവില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവർ വന്നിട്ട് പറയുന്നുണ്ട്, പ്രവാചകരെ, എന്തെങ്കിലും ഒരു വക ഉണ്ടാക്കി തരൂ നിങ്ങൾ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പോരാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാശ്വസിപ്പിക്കുകയാണ്. ഇവിടെ വേറെ മാർഗങ്ങളൊന്നും കാണുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വരണ്ട, അല്ലാതെ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ആ സഹാബിമാര് അവർക്ക് അവിടെ നിൽക്കുന്നതാണ് പ്രയാസം. ഇങ്ങനെയുള്ള ഒരു നിർണായകമായ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ സങ്കീർണമായ ദുർഘടമായ പാതകൾ താണ്ടിക്കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. ആ മനസ്സ് പടച്ച തമ്പുരാൻ ആകാശത്ത് നിന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് അള്ളാഹു അത് കാലാകാലത്തേക്കുമുള്ള മുസ്ലിമീങ്ങൾക്ക്, കാലാകാലത്തുമുള്ള തന്റെ ഉമ്മത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ ആ ആയത്തുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. وَأَعْيُنُهُمْ تَفِيضُ مِنَ الدَّمْعِ حَزَنًا مِّمَّا لَا يَجِدُوا مَا يُنْفِقُونَ. കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. മിമ്മാ ലാ യുൻഫിഖൂൻ, അവർക്ക് ചെലവഴിക്കാൻ, അവർക്ക് ഈ മാർഗത്തിലേക്ക് എടുക്കുവാൻ ഒന്നുമില്ല. ഈ സന്ദർഭത്തിൽ ദുർബലരായ ചില ആളുകളും കപടവിശ്വാസികളും പല തരികടകൾ പറഞ്ഞ് മാറി നിന്നു. ദുർബല വിശ്വാസികൾ എന്ന് പറയുന്നത് അവർ കപടവിശ്വാസികളായതുകൊണ്ടല്ല, ഇതിന്റെ പ്രാധാന്യം ശരിക്ക് മനസ്സിലാക്കാത്ത, അതും വിരലിലെണ്ണാവുന്ന ചിലർ
അവരോട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും, ഈ എണ്ണി പറയുന്ന ഓരോന്നും ഖുൽ ഇൻ കാന ആബാഉകും, പ്രവാചകരെ താങ്കൾ അവരോട് പറഞ്ഞു കൊടുക്കണം, പ്രഖ്യാപിക്കണം. ഇൻ കാന ആബാഉകും, നിങ്ങളുടെ മാതാപിതാക്കൾ, വഅബ്നാഉകും, നിങ്ങളുടെ സന്താനങ്ങൾ, വഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരങ്ങൾ, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകൾ, വഅശീറതുകും, നിങ്ങളുടെ കുടുംബം, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്ത്, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നിങ്ങൾ നഷ്ടം സംഭവിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വമസാകിന തർദൗനഹാ, നിങ്ങൾ പണിതുണ്ടാക്കിയ നിങ്ങളുടെ ഭവനങ്ങൾ. ഒരു മനുഷ്യനെ ഭൗതിക അർത്ഥത്തിൽ നോക്കിയാൽ അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും മാനസികമായും ശാരീരികവുമായും ഒക്കെ ബന്ധപ്പെടുകയും ചെയ്യുന്ന എന്തൊന്നിനു വേണ്ടിയാണോ ഭൗതികാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് മുസ്ലിമിനോട്, സത്യവിശ്വാസിയോട് അള്ളാഹു പറയുകയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഈ സംഗതികളൊക്കെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും അവന്റെ ദൂതനേക്കാളും വജിഹാദിൻ ഫീ സബീലിഹി, അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും, ഈ സംഗതികളെക്കാൾ ഇപ്പറഞ്ഞ നേരത്തെ എണ്ണിപ്പറഞ്ഞ ഈ സംഗതികളാണ് നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അല്ലാഹു അവന്റെ ഓർഡർ പുറപ്പെടുവിക്കുന്നത് എന്താണ് എന്നിവിടെ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ശിക്ഷയാകാം, സമുദായത്തെ ഒന്നടങ്കം പിടിച്ച് പരീക്ഷിക്കലാകാം, സമുദായത്തിന്റെ ദിശാബോധം തെറ്റി അലയുകയാകാം, സമുദായത്തിന്റെ ധാർമ്മികമായ നിലവാരം തകർന്നണിഞ്ഞ് ഏറ്റവും വൃത്തികെട്ട വിഭാഗമായി മാറാം. എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ഏതും പ്രതീക്ഷിച്ചോ എന്നാണ്. എന്നിട്ട് പറയുന്നു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹുവിനേക്കാളും അവന്റെ ദൂതനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഒക്കെ പ്രാമുഖ്യം നേരത്തെ പറഞ്ഞ സംഗതികളാണെങ്കിൽ അത്തരം ആളുകൾ ഫാസിക്കുകളാണ്. അള്ളാഹുവിന്റെ സഹായത്തിനോ കാരുണ്യത്തിനോ അനുഗ്രഹത്തിനോ അള്ളാഹുവിന്റെ കാവലിനോ സഹായത്തിനോ ഒന്നും അർഹതല്ലാത്ത വിഭാഗമാണ്. ആ വിഭാഗത്തിന് ഹിദായത്ത് തന്നെ ലഭിക്കുകയില്ല, അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുകയില്ല എന്നാണ്. ഈ ആയത്ത് അവതരിക്കുന്ന ആ സമൂഹം അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനും എന്തുമാത്രം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇന്നായിരുന്നു ഈ ആയത്ത് അവതരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതുകൊണ്ട് ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണ് എന്നത് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി വമാലിഹി വവലദിഹി വന്നാസി അജ്മഈൻ. വവലദിഹി വവാലിദിഹി, പല രൂപത്തിലുള്ള റിവായത്തുകളും കാണാം. സ്വന്തത്തേക്കാൾ,
സ്വന്തം സന്താനത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, സർവജനങ്ങളെക്കാളും ഞാൻ അവർക്ക് പ്രിയങ്കരനാവുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല എന്ന്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ട് മതിവരാത്ത സഹാബിമാർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ കുറച്ചു നേരം വീട്ടിലിരുന്നാൽ വിവർണമായിക്കൊണ്ട് തിരുമേനിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. കാണാതെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. സ്നേഹിക്കപ്പെടാൻ ഒരു മനുഷ്യരിൽ എന്തെല്ലാം ഉണ്ടാകണമോ അതെല്ലാം ഒത്തിണങ്ങിയ ഒരു മഹാൻ. 3 രൂപത്തിൽ അത് പറയാം, 3 വാക്കുകളിൽ. 1 അൽ കമാൽ, 1 അൽ ജമാൽ, 2 അൽ കമാൽ, 3 അൻ നവാൽ. അൽ ജമാൽ സൗന്ദര്യം. കണ്ടാൽ കണ്ണു കുളിർക്കുന്ന, കണ്ടാൽ മനസ്സിൽ സന്തോഷം തോന്നുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നു. മക്കയിൽ നിന്ന് പാലായനം ചെയ്ത് മദീനയെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് യഹൂദികൾ പറഞ്ഞു പരത്തിയിരുന്ന ഒരുപാട് കുപ്രചരണങ്ങളുണ്ട്. ആ യഹൂദികളിൽപ്പെട്ട നല്ല കിതാബ് തിരിയുന്ന ഒരു പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാ, ഫലമ്മാ ഖദിമൽ മദീന നദർതു ഇലാ വജ്ഹിഹി ഫഅറഫ്തു അന്നഹു ലൈസ ബിവജ്ഹി കദ്ദാബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ അവിടുത്തെ തിരുമുഖത്തേക്ക് ഞാൻ നോക്കി. ഒരൊറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഇതൊരു കളവ് പറയുന്ന ആളെ മുഖമല്ല. ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തിരുമേനിയെ സംബന്ധിച്ച് പറയുന്നത്, വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. അല്ലയോ പ്രവാചകരെ, വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി, എന്റെ ഈ കണ്ണുകൾ ഇതുവരെയും ദർശിച്ചിട്ടില്ല താങ്കളെപ്പോലെ ഉത്തമനായ ഒരു മനുഷ്യനെ. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ, താങ്കളെക്കാൾ സുന്ദരനായ ഒരു മനുഷ്യനെ ഇതുവരെ ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ, എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനായിക്കൊണ്ടാണ് താങ്കൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, മുക്തനായിക്കൊണ്ടാണ് താങ്കൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ, എപ്രകാരം ഒരാൾ സൃഷ്ടിക്കപ്പെടണമെന്നൊരാൾ ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തിലാണ് താങ്കൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തെ വർണ്ണിച്ചുകൊണ്ട് വേറെ ഒരു മഹാൻ വിശദീകരിക്കുന്നു, അൽ ബദ്റു ദൂനക ഫീ ഹുസ്നിൻ വഫീ ശറഫിൻ വൽ ബഹ്റു ദൂനക ഫീ ഖൈരിൻ വഫീ കറമി. പൂർണ്ണചന്ദ്രൻ ഔന്നത്യത്തിലും നന്മയിലും താങ്കളെക്കാൾ എത്ര താഴെയാണ്. അതുപോലെ തന്നെ വലിയ സമുദ്രങ്ങൾ ഔദാര്യത്തിലും നന്മയിലും താങ്കളെക്കാൾ എത്രയാണ്, എത്ര താഴെയാണ് എന്ന് പറയാം. വഅഖൂക ഈസ ദഅ മൈതൻ ഫഖാമ ലഹു വഅൻത അഹ്യൈത അജ്യാലൻ മിനൽ അദമി. താങ്കളുടെ സഹോദരൻ ഈസാ അലൈഹിസ്സലാം ദഅ മൈതൻ ഫഖാമ ലഹു, ഖുർആനിൽ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി മരിച്ച മനുഷ്യനോട് എഴുന്നേൽക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കും. ഒരാൾ
എന്നാൽ താങ്കൾ വഅൻതഹിയൈത അജിയാലം മിനൽ അദമി, ഒരുപാട് തലമുറകളെ ഒന്നുമല്ലാതെ കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് താങ്കൾ ഉയർത്തെഴുന്നേൽപ്പിച്ചില്ലേ. മരിച്ചവരെ ജീവിപ്പിച്ചു എന്നല്ല ഈ പറയുന്നത്. കവിതയുടെ സൗന്ദര്യത്തിൽ, ഒരു കവിയുടെ ഭാവനയിൽ, ആ വർണ്ണനയിൽ വിശദീകരിക്കുകയാണ്. മിനൽ അദമി, ഒന്നുമല്ലാത്തതിൽ നിന്ന് ജീവിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുക. ആ സന്ദർഭത്തിൽ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു സംഭവം വിശദീകരിക്കുന്നു. ഇമാം ദാരിമി തന്റെ സുനനിന്റെ മുഖദ്ദിമയിൽ ആ സംഭവം ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെറുപ്പുള്ള ഒരു കാലം. എനിക്കും ഉണ്ടായിരുന്നു ഒരു ചെറിയ പെൺകുട്ടി. അങ്ങനെ ഞാൻ വിളിച്ചാൽ ആ വിളിയേക്കാൾ ഇഷ്ടമുള്ള ഒന്നും ആ പൈതലിനുണ്ടായിരുന്നില്ല. ഫകാനത്ത് മസ്റൂറത്തൻ കുല്ലമാ ദഅഉതുഹാ, ഞാൻ വിളിക്കുമ്പോഴെല്ലാം തുള്ളിച്ചാടുന്ന ആ പെൺകുട്ടി. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ കുട്ടിയെ വിളിച്ചു, അതിനെ നല്ല ഡ്രസ്സൊക്കെ അണിയിച്ചു, എന്റെ കയ്യും പിടിച്ച് തുള്ളിച്ചാടി ആ കുട്ടി ഇങ്ങനെ വന്നു. ഫഅതൈതു ബിഗ്റൻ ലിഅഹ്ലി, അങ്ങനെ എന്റെ കുടുംബക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു കിണറിനടുത്ത് ഞാൻ എത്തി. ഫനദർതു ഫീഹാ, ഞാൻ അതിലേക്ക് നോക്കി. എന്റെ ആ പിഞ്ചു പൈതലിനെ യാതൊരു വൈമനസ്യവുമില്ലാതെ ആ കുട്ടിയെ ഞാൻ യാതൊരു മനസ്സുക്കുത്തുമില്ലാതെ ആ കിണറിലേക്ക് ഉന്തിയിട്ടു. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, ഫകാന ആഖിറ മാ സമിഅതുഹു യാ അബതാ, ഞാൻ അവസാനമായി കേട്ട ശബ്ദം പൊന്നാര ഉപ്പ എന്ന് ആ കുഞ്ഞു വിളിക്കുന്നതാണ്. ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. സഹാബിമാരൊക്കെയും ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തൊരു പണിയാണ് ചെയ്തത്, കരയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ ഫഅഇദ്ഹാ, ആ സംഭവം ഒരിക്കൽ കൂടി പറ. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തലമുറയെ മാറ്റിയെടുത്തു. ഇതാണ് വഅൻതഹിയൈത അജിയാലം മിനൽ അദമി, ഒരു ചരിത്രത്തിലും രേഖപ്പെടുത്താൻ മടി കാണിക്കുന്ന അത്ര ക്രൂരമായ നിർദ്ദയമായ ചരിത്രമുള്ള ഒരു തലമുറയെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്തമരായ സമൂഹമാക്കി മാറ്റി. ആ സമൂഹത്തിന് വിശ്രമം എന്തെന്നറിഞ്ഞുകൂടായിരുന്നു. ആ സമൂഹത്തിന് ഈ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറയുന്നത് അത് കേൾക്കുക, അനുസരിക്കുക എന്നല്ലാത്ത വേറൊരു പണിയും ഉണ്ടായിരുന്നില്ല. ആ പാവങ്ങൾ എല്ലാ കഷ്ടപ്പാടും സഹിച്ച് നമ്മുടെ നാട്ടിലും എത്തി. ആ എത്തിയതിന്റെ സൽഫലമെന്നോണം ഞാനും നിങ്ങളും ഇന്ന് ഹിദായത്തിലായി. അവരവരുടെ പ്രവാചക സ്നേഹം ഇന്നതാണെന്നും പറഞ്ഞുകൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തെങ്കിലും ഭൗതികാവശിഷ്ടങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് അതിന് വലിയ ഒരു മണിമന്ദിരം പണിത് അവിടെ വെച്ച് അതിനെ എല്ലാ അർത്ഥത്തിലും ബഹുമാനിച്ച് കഴിഞ്ഞുകൂടിയിരുന്നുവെങ്കിൽ, അതായിരുന്നു പ്രവാചക സ്നേഹത്തിന്റെ യാഥാർത്ഥ്യമെന്ന് അവര് നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നുവെങ്കിൽ, ലോകത്തിന്റെ എല്ലാ കോണിലും ഈ ദീനുൽ ഇസ്ലാമി എങ്ങനെ എത്തി? അവരിൽ എത്ര പേർ അങ്ങനെ ചെയ്തു? ആ 1,00,000 സഹാബിമാര് ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന 1,00,000 സഹാബിമാരാണ്. ആ സഹാബിമാരൊക്കെയും പ്രവാചകനെ എങ്ങനെ സ്നേഹിച്ചു?
ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറഞ്ഞ ആ സഹാബത്തിന്റെ തലമുറ, ഞാൻ ജീവിച്ച തലമുറയുണ്ടല്ലോ, ആ തലമുറയാണ് ഏറ്റവും ഉത്തമമായ തലമുറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ആ തലമുറ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിച്ചുവോ അതാണ് പ്രവാചക സ്നേഹത്തിന്റെ യഥാർത്ഥ വശം. അല്ലാത്ത സ്നേഹത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂലി വഅതഅനാ ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين. സൂറത്ത് നൂറിൽ വയഖൂലൂന, അവർ പറയുന്നു, ആമന്നാ ബില്ലാഹി വബിർറസൂലി, ഞങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചിരിക്കുന്നു, വഅതഅനാ, അനുസരിച്ചിരിക്കുന്നു, ثم يتولى فريق منهم, ആ കേവലമായ പ്രഖ്യാപനവും വർത്തമാനവുമല്ലാതെ അവരുടെ ജീവിതത്തിൽ അതിന് യാതൊരു പങ്കുമില്ല. അവർ മറിമാറി പോവുകയാണ്, അവരിൽ നിന്നൊരു വിഭാഗം. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അതുകൊണ്ട് സമൂഹമേ മനസ്സിലാക്കിക്കോ, സത്യവിശ്വാസികളെ മനസ്സിലാക്കിക്കോ, വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവരൊന്നും യഥാർത്ഥ സത്യവിശ്വാസികളല്ല. അതിന്റെ തെളിവെന്താണ്? വഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, അവരുടെ എല്ലാ വിഷയങ്ങളിലും, അവർക്ക് തർക്കമുണ്ടാകുന്ന പ്രശ്നങ്ങളിലും, അവർ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അല്ലാഹുവിന്റെ പ്രവാചകൻ വിധി കൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കപ്പെട്ടാൽ ഇദാ ഫരീഖും മിൻഹും മുഅരിളൂൻ, ഈ വിഷയത്തിൽ വിധി കൽപ്പിക്കേണ്ടത് പ്രവാചകനല്ല, ഈ വിഷയത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അല്ലാഹുവല്ല, ഈ വിഷയം ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഇത് ഞങ്ങളുടെ കാര്യമാണ്, ഇത് രാഷ്ട്രീയമാണ്, ഭരണമാണ്, ഭൗതികമാണ്, സാമ്പത്തികമാണ്, ഇവിടെയൊന്നും പ്രവാചകനോ അല്ലാഹുവിനോ സ്ഥാനമില്ല, ഇടമില്ല. വഇദാ ഫരീഖും മിൻഹും മുഅരിളൂൻ, അതാ ഒരു വിഭാഗം അതിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിഞ്ഞു പോകുന്നു, അവഗണിച്ച് പോകുന്നു. അവർക്ക് അനുകൂലമായി വല്ലതും ഉണ്ടാകുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിലേക്ക് പൂർണ്ണ വിധേയരായിക്കൊണ്ടവർ മടങ്ങി വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ദീനിനെയും ഇസ്ലാമിനെയും ഈ പ്രവാചക അധ്യാപനങ്ങളെയും ഖുർആനിക വചനങ്ങളെയും തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് അനുഗുണമാകുമെന്ന് കണ്ടാൽ അവർ ഖുർആനിന്റെ ആളുകളാകും, അവർ സുന്നത്തിന്റെ ആളുകളാകും, അവർ ആദരവായ റസൂലിന്റെ ആളുകളായി മാറും. അല്ലാഹു ചോദിക്കുന്നു, അഫീ ഖുലൂബിഹിം മറദുൻ അമിർതാബൂ അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ. അഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ടോ? അമിർതാബൂ, അവല്ലെങ്കിൽ അവർ സംശയിക്കുകയാണോ? അം യഖാഫൂന, അല്ലെങ്കിൽ അവർ ആശങ്കിക്കുകയാണോ? അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു, അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും അല്ലാഹുവും റസൂലും തീരുമാനമെടുക്കുകയാണെങ്കിൽ, അവരുടെ കൽപ്പനകൾ നടപ്പിലാക്കുകയാണെങ്കിൽ അതിൽ വല്ല അക്രമവും അനീതിയും ഉണ്ടാകുമോ എന്നവർ സംശയിക്കുകയാണോ? അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ടോ? ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ, യഥാർത്ഥത്തിൽ അവർ യഥാർത്ഥ അക്രമികളാകുന്നു. എന്നിട്ട് പറയുന്നു, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, യഥാർത്ഥ സത്യവിശ്വാസികൾ അല്ലാഹുവിലേക്കും പ്രവാചകനിലേക്കും അവർ ക്ഷണിക്കപ്പെട്ടാൽ, വിളിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, ആ പ്രശ്നത്തിൽ അവരുടെ വിഷയത്തിൽ തീരുമാനം കൽപ്പിക്കേണ്ടത് അല്ലാഹുവാണ്, റസൂലാണ്. അവരെന്ത് പറയുന്നു എന്ന് നോക്കണം. ആ നോക്കുന്ന അവരുടെ തീരുമാനങ്ങളും കൽപ്പനകളും വിധികളും വിലക്കുകളും അംഗീകരിക്കണം എന്ന് പറയപ്പെട്ടാൽ, എന്നാൽ അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു,
വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, യഥാർത്ഥത്തിൽ അവരാകുന്നു വിജയികൾ. എന്നിട്ട് പറയും വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖിഹി ഫഉലൈക ഹുമുൽ ഫായിസൂൻ. ആര് അല്ലാഹുവിനെ അനുസരിക്കുന്നുവോ വറസൂലഹു അവന്റെ ദൂതനെയും വയഖ്ശല്ലാഹ വയത്തഖിഹി അല്ലാഹുവിനെ ഭയപ്പെടുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ ഫഉലൈക ഹുമുൽ ഫായിസൂൻ, യഥാർത്ഥത്തിൽ അവരാണ് വിജയികൾ. ഇഹത്തിലും പരത്തിലും വിജയികൾ അവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ രൂപം പരിശുദ്ധ ഖുർആനും ആ ഒന്നാമത്തെ തലമുറയും എങ്ങനെ പഠിപ്പിച്ചു തരുന്നുവോ അങ്ങനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക, ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ഇനി ആരെയാണ് നമ്മൾ ഈ സ്നേഹിക്കുന്നത്? ആരെയാണ് സ്നേഹിക്കുന്നത്? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ലോകത്തിൽ ഇതുപോലെ സ്നേഹിക്കപ്പെടാനുള്ള എല്ലാ യോഗ്യതകളും ഒത്തിണങ്ങിയ, ഞാൻ പറഞ്ഞു, ഒന്നാമതായി ജമാൽ, രണ്ടാമതായി കമാൽ, സമ്പൂർണത. ആ സമ്പൂർണതയെ നേരം പോൽക്കോളം വിശദീകരിച്ചാൽ തീരൂല. മൂന്നാമത്തത് നവാൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാ നാല മിൻഹു, അവിടുത്തെ അധ്യാപനങ്ങൾ, അവിടുത്തെ ഉത്ബോധനങ്ങൾ, അവിടുത്തെ സന്ദേശം, ഇതൊക്കെ നമ്മൾ താരതമ്യം ചെയ്തു നോക്കിയാൽ ഈ മൂന്ന് അടിസ്ഥാനത്തിലും സ്നേഹിക്കപ്പെടുവാൻ ഏറ്റവും അർഹനായ അല്ല വേറെ ഒരാളും അതുപോലെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. ഒരുപാട് മഹാന്മാരെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അതിൽ പലതും അവരവരെഴുതിയ അവരുടെ ഭാവനാവിലാസങ്ങളായിരിക്കും. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഉള്ളത് തന്നെയാണോ എന്ന് ആ എഴുതിയ ആൾക്ക് പോലും നിശ്ചയമുണ്ടാവുകയില്ല. രണ്ടാമത്തത്, ഒരാൾ അങ്ങനെ എഴുതിയാൽ വേറൊരാൾക്ക് അത് ഖണ്ഡിച്ചാൽ അങ്ങനെയല്ല എന്ന് തിരിച്ചു പറയുവാനുള്ള കഴിവ് ചിലപ്പോൾ ആ എഴുതിയ ആൾക്കുണ്ടാവില്ല. അതിനുള്ള വകയും അയാളുടെ അടുത്തുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെയല്ല. ഒക്കെ ഞാൻ വിശദീകരിക്കും. മൂന്നാമതായി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പഠിച്ചു നോക്കിയാൽ അതൊരു പ്രായോഗിക ദർശനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രയോഗക്ഷമത, അതിലേറ്റവും വലിയ അത്ഭുതം ആദ്യം സ്വയം പ്രവർത്തിക്കുകയും ആ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ 1ഉം 2ഉം 10ഉമല്ല ലക്ഷക്കണക്കിന് ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പ്രയോഗവൽക്കരിച്ചു കാണിച്ചത്. അതാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേറിട്ട് നിർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സന്ദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, വ്യക്തിത്വത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, തിരുമേനിയുടെ സ്നേഹിക്കുന്നത് എന്തിനാണ്, എങ്ങനെയാണ്, ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് വിശദീകരിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്കെടുത്ത് വിശദീകരിക്കുവാനുള്ളത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ട ആ വ്യക്തിത്വം എന്നതുള്ളതാണ്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കഥകളിലും നോവലുകളിലും നാം വായിക്കുന്ന കഥാപുരുഷന്മാരുടെ വ്യക്തിത്വം അതെന്തുമാത്രം ഉദാത്തവും മാതൃകായോഗ്യവുമായിരുന്നാലും സംഭവലോകത്ത് യാഥാർത്ഥ്യവുമായി അതിനൊരു പക്ഷേ ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരം മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെയും വായിച്ച് രസിക്കുവാൻ കുറെ ആളുണ്ടാകുമെന്നല്ലാതെ ആ വ്യക്തിത്വത്തെ മാതൃകയാക്കി ജീവിക്കുന്ന ആളുകൾ നമുക്ക് കാണുക സാധ്യമല്ല. ഏതെങ്കിലും ഒരു ഒഴിവ് സമയം വായിച്ച് തള്ളാനോ ടെൻഷൻ ഒഴിവാക്കാനോ ഉള്ള ഒരു ചരിത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, വ്യക്തിത്വം. മറിച്ച് അത് മറ്റുള്ളവർ പിൻപറ്റേണ്ടതുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്ത് തയ്യാറാക്കിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ മറ്റു പല ആചാര്യന്മാരെയും ദാർശനികന്മാരെയും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കൂടെ ജീവിച്ചവരെഴുതിയത് എത്രയുണ്ട്?
ഏറ്റവും ആധികാരികമെന്ന നിലയ്ക്ക് ലോകത്തിൽ ഏറ്റവും അധികം ഉൾക്കൊള്ളുന്ന, അംഗീകരിക്കുന്ന എന്ന് പറയുന്ന നായകന്മാർ, ആചാര്യന്മാർ വരെ, അവര് അംഗീകരിക്കുന്ന ഏറ്റവും വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ വരെ രേഖപ്പെടുത്തിയത് ആ ശിഷ്യന്മാരല്ല, എത്രയോ തലമുറകൾക്ക് ശേഷമാണ്. അതിലൊരാൾ പോലും ആ ആചാര്യനെയോ ദാർശനികനെയോ കണ്ടിട്ട് പോലുമില്ല. ചില പ്രത്യേകത പേര് പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതങ്ങനെ പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം രേഖപ്പെടുത്തിയ ആളുകളുടെ ചരിത്രം, ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമല്ല, അവിടുത്തെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും എന്നുവെച്ചാൽ സുന്നത്ത്, ഖൗലും ഫിഅലും തഖ്രീറും, ഹദീസ് എന്ന് പറയുന്നത്, ഇത് രേഖപ്പെടുത്തിയ ആളുകളുടെ ചരിത്രം മാത്രമുള്ള ഏതാണ്ട് 1000ഓളം ഗ്രന്ഥങ്ങൾ, 969 ഗ്രന്ഥങ്ങളുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളല്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ, കേട്ട, മനസ്സിലാക്കിയ, അതിനെ സംബന്ധിച്ച് ആ പരമ്പര ഇങ്ങനെ എത്തിയ, ഉദാഹരണമായി ഇമാം ബുഖാരി 10 ലക്ഷത്തോളം ഹദീസുകൾ ഹൃദിസ്ഥമാക്കിയ ആ മഹാൻ ഇമാം ബുഖാരിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരിയിലേക്ക് ആ വാക്കുകളും പ്രവൃത്തികളെ സംബന്ധിച്ചുമൊക്കെ ഓരോന്നിങ്ങനെ എത്തിയ ആ പരമ്പരയിൽ എത്ര പേരുണ്ടോ, അങ്ങനെ ഓരോ സംഭവത്തെ സംബന്ധിച്ചും ആ ഇടയിലുള്ള ആളുകൾ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെയും ജീവചരിത്രം, അതാണ് ഇസ്ലാമിക സംസ്കാരത്തിൽ ഫന്നുർ റിജാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വേറെ ഏതെങ്കിലും ഒരാൾക്ക്, ഒരു മഹാനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കല, ഒരു ചരിത്രമുണ്ട് എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ആ ഇടയിലുള്ള ആളുകളൊക്കെയും എങ്ങനെയൊക്കെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ആ കൂട്ടത്തിലുള്ള ഒരാള് ഏതെങ്കിലും ഒരു സമയത്ത് ആടിന് വെള്ളം കൊടുക്കുകയോ തീറ്റ കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഒരാടിനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കഥ ഇവിടെ എഴുതി വെച്ചിരിക്കുക. അദ്ദേഹം ഇങ്ങനെയുള്ള ആളായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റൂല. അത്രക്ക് തെളിഞ്ഞ മനുഷ്യൻ. ഒരു 10-60 വയസ്സിന് ശേഷം അദ്ദേഹത്തിന് ഓർമ്മശക്തി ലേശം കുറഞ്ഞു എന്നാണ് ആ ചരിത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ജീവചരിത്രകാരൻ എഴുതി വെച്ചിട്ടുള്ളതെങ്കിൽ അദ്ദേഹവും അതുവരെ പറഞ്ഞതൊക്കെ അംഗീകരിക്കാം, അതിനുശേഷം പറഞ്ഞത് അംഗീകരിക്കുകയില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നത് സ്വീകാര്യയോഗ്യമല്ല. ഇത്ര വിശദമായി രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞില്ലേ, ഹജ്ജത്തുൽ വദായിൽ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ 1,00,000 സഹാബിമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ 1,00,000 സഹാബിമാരിൽ 11,000 സഹാബിമാരുടെയും ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 11,000. ആ 11,000 സഹാബത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തു എന്ന് മാത്രമല്ല, ഹിജറ 11-ാം വർഷം വഫാത്തായ ശേഷം 40 വർഷത്തോളം പ്രമുഖ സഹാബിമാർ ജീവിക്കുകയുണ്ടായി. ഹിജറ 100-ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഏറ്റവും അവസാനത്തെയാൾ മരിച്ചത്. അതിൽപ്പെട്ട ഒരാൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ഹിജറ 93-ലാണ് അദ്ദേഹത്തിന്റെ വഫാത്ത്. ആരാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വീട്ടിൽ തിരുമേനിയോടൊപ്പം ജീവിച്ച, തിരുമേനിയുടെ ഭൃത്യനായിരുന്ന, സേവകനായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹിജറ 93-ൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം 80 വർഷം അധികം ജീവിച്ചു. ഈ 80 വർഷം അദ്ദേഹം ജീവിക്കുമ്പോൾ തിരുമേനിയെ കണ്ട ഒരു മനുഷ്യനാണ്, ഒരുമിച്ച് ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൽ നിന്ന് ശിഷ്യന്മാരും മക്കളും പേരമക്കളും ഒക്കെ ഇതിങ്ങനെ കേട്ട് പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്.
തിരുമേനിയിൽ നിന്ന് കേട്ട ഒരു കാര്യം അവര് പറയുമ്പോൾ ഒതു എടുത്തിരുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കണ്ടതും കേട്ടതും തന്റെ ശിഷ്യന്മാർക്കും മക്കൾക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വിയർത്തിരുന്നു. ഇതേതോ ഒരു മനുഷ്യന്റെതല്ല, അവരുടെ ജീവനേക്കാൾ അധികം അവർ സ്നേഹിച്ച, അവരെല്ലാം സമർപ്പിച്ച തിരുമേനിയെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്ന ആ മഹാന്മാർ ഞാൻ കേട്ടു, ഞാൻ കണ്ടു എന്ന് തന്റെ മക്കളെയും പേരമക്കളെയും ശിഷ്യന്മാരെയും പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിമാരിൽ അവരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സഹാബിമാരിൽ പ്രമുഖരൊക്കെയും മരിച്ചത് മദീനയിലോ മക്കയിലോ അല്ല. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഹിജ്റ 86 സിറിയയിലാണ് മരിക്കുന്നത്. സിറിയ. അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 86 ഈജിപ്തിലാണ് മരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ ഹിജ്റ 87 കൂഫയിലാണ്, ഇറാഖിലാണ് മരിക്കുന്നത്. സഈദ് ഇബ്നു യസീദ് ഹിജ്റ 91 മദീനയിൽ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹിജ്റ 93 ബസറയിൽ, ഇറാഖിലാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ ഇത്രയും വിശാലമായ പ്രദേശത്ത് ഇവര് പരന്നു കിടക്കുകയായിരുന്നു. ഇത്രയും ആധികാരികമായിട്ടാണ് ഓരോ കാര്യങ്ങളും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് കിട്ടുന്നത്. തിരുമേനിയോടൊപ്പം ഉണ്ടായിരുന്ന സഹാബിമാര് ഓരോരുത്തരും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, ലക്ഷക്കണക്കിന് ഹദീസുകൾ. അതിലേറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിമാര് ഒക്കെയും വളരെ വൈകിയാണ് വഫാത്താകുന്നത്. ഈ സഹാബിമാർക്കൊക്കെയും താബിഈങ്ങളിൽപ്പെട്ട ശിഷ്യന്മാരുണ്ടായിരുന്നു. മദീനയിൽ മാത്രം 355 താബിഈ പ്രമുഖരായ ആളുകൾ ഉണ്ടായിരുന്നു. ഇതിൽ 139 താബിയുകൾ പ്രമുഖരായ സഹാബിമാർ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തുടങ്ങിയ പ്രമുഖരായ ഒന്നാം നിരയുള്ള സഹാബിമാരുടെ ശിഷ്യന്മാരാണ്. 129 പേർ അവരെക്കാൾ തൊട്ടു താഴെയുള്ള സഹാബിമാരുടെ ശിഷ്യന്മാരാണ്. 87 പേർ അതിനും താഴെയുള്ള സഹാബിമാരുടെ ശിഷ്യന്മാരാണ്. തങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമെല്ലാം അവരുടെ സന്താനങ്ങളിലേക്കും ശിഷ്യഗണങ്ങളിലേക്കും അവർ പകർത്തി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്നിൽ നിന്ന് കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതുമെല്ലാം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന്. ഇത് കണ്ടവർ എത്തിക്കണമെന്ന് മാത്രമല്ല, അതൊക്കെ പറയുകയും മനസ്സിലാക്കി കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. കാണാത്തത് പറയുകയില്ല, അനുഭവിക്കാത്തത് പറഞ്ഞു കൊടുക്കുകയില്ല, പഠിപ്പിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. തിരുമേനിയെ എത്രമാത്രം സ്നേഹിച്ചാലും, തിരുമേനിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി എന്തെല്ലാം സഹിച്ചാലും, തിരുമേനിക്ക് വേണ്ടി എന്തെല്ലാം കൊടുക്കുവാൻ അവർ തയ്യാറായാലും, ആ സ്നേഹമൊന്നും അതിര് കവിഞ്ഞ് ഇല്ലാത്തത് തിരുമേനിയെ ചേർത്ത് പറയുവാനോ, തിരുമേനിയിൽ നിന്ന് കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും അവിടുത്തേക്കിലേക്ക് ചേർത്തുകൊണ്ട് വിശദീകരിക്കുവാനോ അവർ തയ്യാറായിരുന്നില്ല. കാരണം അവർക്കറിയാം അത് അവരുടെ നരകത്തിലേക്കുള്ള പാത തുറക്കലാണ് എന്ന്. അതുകൊണ്ട് മഹാന്മാര് പറയുകയാണ്, ഉദ്ധരിക്കുമ്പോൾ അവരെ ഒരു തരം ബേജാറും പേടിയും കിടിലവും പിടികൂടിയിരുന്നു. അസാമാന്യമായ ഗ്രാഹ്യശക്തിയും ഓർമ്മശക്തിയും കൊണ്ട് അനുഗ്രഹീതരായ അവർ അത്ര പരിശുദ്ധ ഖുർആൻ ഈ കാലത്ത് ഹൈഫുളാക്കുന്ന കുട്ടികൾ പഠിക്കുന്നത് പോലെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അവർ കാണാതെ അല്ലെങ്കിൽ ഹൃദിസ്ഥമാക്കുകയായിരുന്നു. അവരുടെ ജീവിതം അതിന്റെ സാക്ഷ്യവും കൂടിയായിരുന്നു. ഇനി ഈ ചരിത്രം രേഖപ്പെടുത്തി അതിനുശേഷം വന്ന തലമുറയോ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇന്നത് കണ്ടു, ഇങ്ങനത് കണ്ടു, അവിടുത്തെ ജീവിതം ഇങ്ങനെയായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ ആ പറഞ്ഞ ആളെ പറ്റി ആ നാട്ടുകാർ അന്വേഷിക്കും. നിങ്ങൾ നബിയെ കണ്ടിരുന്നോ? ഇല്ല, എനിക്ക് കാണാൻ കൂടിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇതോർന്ന് കേട്ടി? ഞാൻ ഇന്ന സഹാബിയിൽ നിന്ന് കേട്ടതാണ്, താബിയിൽ നിന്ന് കേട്ടതാണ്. അപ്പൊ ഈ പറഞ്ഞ ആള്, അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പോയിരുന്നിട്ടുണ്ടാവുണ്ട്.
അപ്പോൾ ആ താബിയെ സംബന്ധിച്ച് പഠിക്കും. ആ താബിയെ സഹാബിയുടെ ശിഷ്യനാണ്, സദസ്സിൽ ഇരുന്നിട്ടുണ്ട്. ആ സഹാബി തിരുമേനിയെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇത് ഉദ്ധരിക്കുന്ന ആള് ഏതോ ഒരു പ്രസംഗത്തിൽ ആരോ കേട്ടു എന്നല്ല പറയാൻ, ഞാൻ കേട്ടു, ഇന്ന ഇമാമ് പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്? ആ കണ്ടിട്ടുണ്ട്, സദസ്സിൽ പോയി ഇരുന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ നിബന്ധനയായി ആ സംഭവത്തിന് ദൃക്സാക്ഷിയായ ആളായിരിക്കണം ഉദ്ധരിക്കുന്നത്. അല്ലാത്ത പക്ഷം ആ സംഭവം തന്നെ അംഗീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അത് ഉറപ്പുവരുത്താൻ വേണ്ടി സഹാബിമാര് ചെയ്തിരുന്നതാണ്. നിങ്ങൾ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനയിലെ സഹാബിയാണ്. ഒരു ഹദീസ് വേറെ ആർക്കും അറിഞ്ഞുകൂടാ, ഇദ്ദേഹം വേറെ സഹാബിയാ കേട്ടിട്ടുള്ളൂ. ആ കേട്ട സഹാബി ഉള്ളത് മിസ്റിലാണ്, ഈജിപ്തിലാണ്. അങ്ങോട്ടേക്ക് പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയത് അബുൽ ആലിയ റളിയല്ലാഹു അൻഹു ഇറാഖിലാണ്. അദ്ദേഹം അവിടെ നിന്ന് മദീനയിലേക്ക് വരികയാണ്. അവിടെയാണ് ആ ഹദീസ് മനസ്സിലാക്കി ഈ കൂട്ടത്തിൽ നബിയോടൊപ്പം കേട്ട ഒരാളുള്ളത്. ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അത് ഉറപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരികയാണ്. ഇനി ഇങ്ങനെ ഒരു സംഭവം കിട്ടിയാൽ ഇത് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു വിലയിരുത്തലുണ്ട്. ഇയാളത് പറയാൻ അർഹനാണോ? ഇയാൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളാണോ എന്ന് അദ്ദേഹത്തെ പറ്റിയും ഒരു പഠനം നടക്കും. എന്നിട്ട് ആ സംഭവമാണ് ഹദീസായി സഹീഹായ റിവായത്തായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ആരുടെയെങ്കിലും ഇങ്ങനെയുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കും. ഇൽമുൽ ജർഹ് വ തഅദീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളുടെ എണ്ണം ഇന്ന് പറയുന്നത് പ്രസക്തിയില്ല. കാരണം ഇപ്പോൾ ഇന്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ പേര് ഒന്ന് അടിച്ചു കൊടുത്താൽ ലക്ഷക്കണക്കിന് അപ്പോൾ തന്നെ അവിടെ കാണാൻ സാധിക്കും. 1925 മൗലാന സയ്യിദ് സുലൈമാൻ നദ്വി മദ്രാസിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ പറയുകയാണ്, 1925 അദ്ദേഹം പറയാ, ആകെ 200 കൊല്ലത്തെ പഴക്കമുള്ള ഉറുദു ഭാഷയിൽ മാത്രം 1000 കവിഞ്ഞു എന്ന്. 1925 ഇപ്പൊ നമ്മൾ 2025 ആകാൻ പോവുക, 2012 കടക്കുക. അപ്പൊ നമ്മൾ 100 കൊല്ലം മുമ്പത്തെ കഥയെ പറയുന്നു. 200 കൊല്ലം മാത്രം ബാക്കിയുള്ള ഉറുദുവിൽ മാത്രം 1000 ഗ്രന്ഥങ്ങൾ. അന്ന് അദ്ദേഹം തന്നെ പറയാണ്, അദ്ദേഹം വായിച്ച ഒരു മാഗസിനിൽ യൂറോപ്യൻ ഭാഷകളിൽ 16 17 വർഷം, അപ്പൊ 1925 നിന്ന് 16 17 കഴിച്ചാൽ 1900 മാത്രം യൂറോപ്യൻ ഭാഷകളിൽ 1300ഓളം കൃതികൾ അന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്ര കൃതികളെ സംബന്ധിച്ച് ഇന്നിപ്പോ മലയാളത്തിൽ നമ്മളൊന്ന് എണ്ണി നോക്കിയാൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വശം മാത്രമല്ല, എല്ലാ ഭാഗങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ജനനം മുതൽ മരണം, മരണാനന്തര ക്രിയകൾ അത്ര വിശദമായിട്ട് നിങ്ങൾ ഹജ്ജിനെ സംബന്ധിച്ച് പഠിക്കുന്ന കൂട്ടത്തിൽ കാണാം. ഹജ്ജ് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ ഒരു വീഡിയോ ക്യാമറയായിട്ട് ഒരാൾ നടന്നിരുന്നുവെങ്കിൽ അയാൾക്ക് ഒപ്പിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ. മിനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ ഒരു പാമ്പ് ഒരു മടയിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് ആ പാമ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ മടയിൽ തന്നെ തിരിച്ചിറങ്ങിപ്പോയി. അതിന് കൊടുത്തിരിക്കുക. ഇത് ഹദീസുമായിട്ടോ സുന്നത്തുമായിട്ടോ ഒന്നും ബന്ധമല്ല. പക്ഷേ അത്രയും നിമിഷങ്ങൾ ഓരോ നിമിഷവും സഹാബിമാർ ഒപ്പിയെടുത്തിരുന്നു എന്നതിന്റെ തെളിവാണ്. ഈ വിഷയത്തിൽ ഏതെങ്കിലും ഇല്ലാത്തത് കടന്നുകൂടണ്ട എന്ന് വിചാരിച്ചിട്ട് ദുർബലമായ റിപ്പോർട്ടുകൾ വരെ വാരി വലിച്ച് എഴുതി വെച്ചു. കാരണം എന്താ? ആ ദുർബലമായത് എഴുതി വെച്ചത് കൊണ്ട് ആ ദുർബലമായ ആ എഴുതി വെച്ച റിപ്പോർട്ടുകളുടെ പരമ്പരകളെ പരിശോധിച്ചിട്ട് അതൊന്നും തന്നെ ഈ സഹീഹായതുമായി താരതമ്യം ചെയ്തിട്ട് ഇല്ലാത്തത് കൂട്ടിച്ചേർക്കണ്ട എന്ന് വിചാരിച്ചിട്ട്
അതൊക്കെ ദുർബലമായ ഗണത്തിൽപ്പെട്ട് ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടുന്ന രൂപത്തിലുള്ള കെട്ടിയുണ്ടാക്കിയതൊക്കെ മാറ്റി നിർത്താൻ പാകത്തിൽ അങ്ങനെ ഒരാൾക്ക് വാരി വലിച്ച് എഴുതാൻ പറ്റിയത് വരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നൊക്കെ സഹീഹും ദഈഫും നെല്ലും പതിരും വേർതിരിച്ച് വളരെ വ്യക്തമായി ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. മലയാളത്തിൽ മാത്രം സഹീഹ് മുസ്ലിം എന്ന ഒരു ഗ്രന്ഥം, ഒരൊറ്റ ഗ്രന്ഥം, അതിന്റെ ഇൻഡെക്സ് മാത്രം നിങ്ങൾ വിഷയവിവരം എന്ന് പറഞ്ഞിട്ട് അവസാനത്തിലോ ആദ്യത്തിലോ കൊടുത്ത ആ പേജുകൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തെല്ലാം കാര്യങ്ങളാണ്. ഒരു യഹൂദി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നിങ്ങളുടെ റസൂല് നിങ്ങൾക്ക് മറക്കിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, മലമൂത്ര വിസർജനം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് അഭിമാനത്തോടുകൂടി ആ സഹാബി അതിന് മറുപടി പറയുന്നുണ്ട്. ഇതിലേറ്റവും വലിയ അത്ഭുതം, എല്ലാ മനുഷ്യരും പുറമെ വളരെ നല്ല ഉഷാറായി, അവരെ ഏറ്റവും നന്നായി അറിയുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് മതിപ്പുണ്ടാവില്ല. ഒരാളെ പറ്റി നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ പറയും, ആ നിങ്ങളേതായാലും ഇപ്പൊ അത്രയല്ല അയാളെ പറ്റി മനസ്സിലായത്, അങ്ങനെ തന്നെ നിന്നോട്ടെ, ഞങ്ങൾ ഒരുമിച്ചാ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വീട്ടിലാ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓഫീസിലാ ഞങ്ങൾ, അതുകൊണ്ട് എനിക്കറിയുന്നതൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ, കൂടെ കിടന്നവനല്ലേ രാപ്പരി അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ അറിയുന്നതെന്നേരം ഇങ്ങോട്ട് പറയും, നിങ്ങളെ മതിപ്പ് അങ്ങനെ നിന്നോട്ടെ. വലിയ വലിയ ആളുകളെ പറ്റി നമ്മളിങ്ങനെ വലിയ ഇതൊക്കെ കേൾക്കുമ്പോൾ ആ പറയും, ആ ഈ പാവങ്ങൾക്കൊന്നും യാഥാർത്ഥ്യം തിരിയാത്ത, ഓൻ്റെ മാങ്ങനോട് അണ്ടിയോട് അടുത്താലല്ലേ മാങ്ങന്റെ പുളി അറിയുള്ളൂ. ഇതാണ് പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തിരുമേനിയെ ഏറ്റവും അടുത്തറിയുന്നവർക്ക് തിരുമേനിയോട് ഏറ്റവും അധികം സ്നേഹവും ബഹുമാനവും മതിപ്പുമായിരുന്നു. ഇത് വേറൊരാൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ചത് തിരുമേനിയോട് ഏറ്റവും അടുത്തവരായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ആ ജീവിതത്തിന് ഉള്ളു പുറം എന്നതുണ്ടായിരുന്നില്ല. ഒരു തെളിഞ്ഞ പുസ്തകമായിരുന്നു. അത് മുഴുവനും രേഖപ്പെടുത്തപ്പെട്ടതുകൊണ്ട് നമ്മുടെ മുമ്പിലും ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുശരീരമല്ല ഇല്ല എന്നത് മാറ്റി നിർത്തിയാൽ ആ ജീവിതം മുഴുക്കയും നമ്മുടെ മുമ്പിലുണ്ട്. തന്റെ ഭാര്യമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിരുന്നു, തിരുമേനിയിൽ നിന്ന് കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും ഒക്കെ പരസ്യപ്പെടുത്തുവാൻ. ഓരോ ഭാര്യയും തിരുമേനിയിൽ നിന്ന് കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും എല്ലാം സഹാബിമാർക്ക് ഉസ്താദുമാര് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 15 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിഞ്ഞവരാണ് ഖദീജ റളിയല്ലാഹു അൻഹ. പ്രവാചകനായ ഒന്നാമത്തെ ദിവസം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് ആദ്യമായി സ്വീകരിക്കുന്നത് അവരാണ്. നിങ്ങളെ ഭ്രാന്തി എനിക്കറിയാം. സാധാരണ ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ച് എന്താ പറയാ, ഇയാൾ ചിലപ്പം വലിയ പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ വലിയ സ്ഥാപനത്തിന്റെ മുദീറൊക്കെ ആയിരിക്കും. വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളേജിലേക്കാണ് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചിലപ്പോൾ സെല്യൂട്ടൊക്കെ അടിക്കുന്ന ആളായിരിക്കും. വലിയ വലിയ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന മന്ത്രിമാരായിരിക്കും. വീട്ടിൽ ചെന്നാലോ ഭാര്യയ്ക്ക് വല്ല വിലയുണ്ടാവുമോ? ഒരു ഗ്ലാസ് ചായ ഉണ്ടാകുന്ന തന്നെ പറയും, കുട്ടിയേക്ക് കൊടുക്കട്ടെ, നിങ്ങൾ ആടെ ഇരിക്കുന്ന പറയും. അപ്പൊ അത്രയും അടുത്ത ബന്ധം ഉള്ളത് കൊണ്ട് മതിപ്പ് കുറവായിരിക്കും സാധാരണഗതിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം നേരെ തിരിച്ചാണ്. അത്രയും അടുത്ത് അറിയുന്ന ആ മഹദിക്ക് അത്ര വലിയ മതിപ്പായിരുന്നു. പിന്നീട് ഒരു സംശയത്തിനോ ഒരു ചോദ്യത്തിന് പോലും അവസരം കൊടുക്കാതെ, അന്വേഷിക്കുക പോലും ചെയ്യാതെ ആ ദഅവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ താങ്ങും തണലുമായി തീരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതോ ഒരു സന്ദർഭത്തിൽ ചില ഐഹികമായ ചില ആവശ്യങ്ങൾ ഭാര്യമാർക്ക് തോന്നിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാൻ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയു ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയ വസീനതഹാ വതആലൈന വഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ
വഇൻ കുൻതുന്ന തുരിദിന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറത ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമാ. പ്രവാചകൻ അല്ലാഹു പറയുകയാണ്, പ്രവാചകരെ, ഖുൽ ലിഅസ്വാജിക, താങ്കളുടെ ഭാര്യമാരോട് പറയണം, ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയ, ഇഹലോകത്തിലെ വിഭവങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരികുന്ന സറാഹൻ ജമീലാ, ഞാൻ നിങ്ങളെ പിടിച്ചു ബന്ധിച്ചിടുന്നില്ല, നിങ്ങൾക്ക് പോകുന്ന പാട്ടിൽ പോകാം, സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. വഇൻ കുൻതുന്ന തുരിദിന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, ഇനി അതല്ല നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും പരലോകത്തെയുമാണ് കാക്ഷിക്കുന്നതെങ്കിൽ, ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമാ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സുഹൃതികളായ മഹതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കും. അതുകൊണ്ട് ഈ കാര്യം പറയുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്, തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വാപ്പയും ഉമ്മയായിട്ടൊന്ന് കൂടി ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേടി, എന്നാ നിങ്ങളത് വേണ്ട, ഞാൻ പോകാന്ന് പറഞ്ഞു വിട്ടാലോ, അത്ര പ്രായമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രിയതമേ, ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്, മറുപടി പറയുന്നതിന് ഉപ്പാനോടും ഉമ്മാനോടും കൂടി ആലോചിച്ച് പറഞ്ഞാൽ മതി, തിരക്കൊന്നും കൂട്ടണ്ട. അങ്ങനെ ഈ സംഭവം പറഞ്ഞു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അഫീക അസ്തശീറു വാലിദയ്യ യാ റസൂലല്ലാഹ്, താങ്കളോടൊപ്പം നിൽക്കണ്ടേ എന്ന കാര്യത്തിൽ ഞാൻ എന്റെ മാതാപിതാക്കളോട് കൂടിയാലോചിക്കേണ്ട വിഷയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സ്വന്തം വീട്ടിലെ ആളുകൾക്ക് തിരുമേനി, ഭാര്യമാർക്ക് തിരുമേനിയോടുണ്ടായിരുന്ന ആ മതിപ്പും ബഹുമാനവും ആദരവും എത്രത്തോളമായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഞാനത് പറഞ്ഞത്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിൽ 70ഓളം ആളുകൾ, ഒരു പള്ളി ദർസ് പോലെ, അവരവിടെ തന്നെ ഇരിക്കലായിരുന്നു. നിങ്ങളിപ്പോ മദീനയിലൊക്കെ പോയ ആളുകൾക്ക് കാണാം, ആ റൗളയുടെ അവിടെ ഒരു ചെറിയ സ്റ്റാൻഡ് ഉണ്ട്, അവിടെയായിരുന്നു അവരെ പള്ളി ദർസിന്റെ ഇടം. അസ്ഹാബു സുഫ എന്ന് പറഞ്ഞിരുന്ന ആ സഹാബിമാര് അവിടെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 70ഓളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 70ഓളം മുരീദന്മാര്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് 10 കൊല്ലം. ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവനും തിരുമേനിയുടെ എല്ലാ ചലനങ്ങളും കാണുകയും കേൾക്കുകയും, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധം നേരത്തെ ഞാൻ പറഞ്ഞതിൽ തിരുമേനിയോടൊപ്പം ഉണ്ടായിരുന്നത് 30,000 പേർ. ഹജ്ജത്തുൽ വദായിൽ 1,00,000 പേർ. ആയിഷ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഞാൻ പറഞ്ഞു, 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായിരുന്നു. ഇവരൊക്കെയും പറയുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടേക്ക് ഞാൻ വരുന്നു. ഈ കൂട്ടത്തിന്റെ ഇടയിൽ കൊടിയ ശത്രുക്കളും അവിടെ ഉണ്ടായിരുന്നു. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകൾ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നഖശിഖാന്തം എതിർത്ത് മരിച്ചുപോയവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു വലിയ നേതാവാണ് നദിർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന അദ്ദേഹം ഖുറൈശികളോട് പറയാ, യാ മഅശറ ഖുറൈശ്, ഇന്നഹു വല്ലാഹി ഖദ് നസല ബികും അംറുൻ മാ ഉതീതും ലഹു ബിഹീലത്തിൻ ബഅദ്, നിങ്ങൾക്കിപ്പോ ഒരു മുസീബത്ത് ഉണ്ടായിരിക്കുന്നു, അതിനെ നേരിടുവാനുള്ള ഒരു ട്രിക്കും ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഖദ് കാന മുഹമ്മദ് ഫീകും ഗുലാമൻ ഹദസൻ, മുഹമ്മദ് നിങ്ങളുടെ കൂടയിൽ തന്നെ ഉണ്ടായിരുന്നു ചെറിയ കുട്ടിയായ കാലം മുതൽ. അർളാക്കും ഫീക്കും, നിങ്ങളിൽ ഏറ്റവും എല്ലാവർക്കും സംതൃപ്തിയുള്ളവൻ. വഅസ്ദഖുകും ഹദീസൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധനായ മനുഷ്യൻ. വഅഅളമുകും അമാനതൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ വിശ്വസ്തതയുള്ളവൻ. ഹത്താ ഇദാ റഅയ്തും ഫീ സദ്ഗൈഹി ശൈബ, അങ്ങനെ നിങ്ങൾ അദ്ദേഹത്തിന്റെ കവിളത്ത് നിങ്ങൾ നരയുടെ ചെറിയ ഒരംശം കണ്ടപ്പോൾ, എന്ന് വെച്ചാൽ 40 വയസ്സായപ്പോൾ, വജാഅകും ബിമാ ജാഅകും ബിഹി,
അങ്ങനെ അദ്ദേഹം ആ വലിയ സന്ദേശവുമായി നിങ്ങളുടെ അടുത്തടുത്ത് വന്നപ്പോൾ കുൽത്തും സാഹിർ, നിങ്ങൾ പറഞ്ഞു ഇയാളൊരു കൂടോത്രക്കാരനാണ്, മായാജാലക്കാരനാണ്. ലാ വല്ലാഹി മാ ഹുവ ബിസാഹിർ ലഖദ് റഅയ്ന അസ്സഹറത വനഫസഹും വഉഖദഹും. ഈ കൂടോത്രം ചെയ്യുന്ന ആളുകളുടെ ഊത്തും അവരുടെ കെട്ടും അവരുടെ എല്ലാ ട്രിക്കുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ഒരു സാഹിറല്ല. വഖുൽതും കാഹിൻ, പിന്നീട് നിങ്ങൾ പറഞ്ഞു ഇദ്ദേഹം ഒരു ജ്യോത്സ്യനാണ്. ലാ വല്ലാഹി മാ ഹുവ ബികാഹിൻ വഖദ് റഅയ്നൽ കഹനത വനിഹാലഹും വസമീനാ സജഅഹും. ജ്യോത്സ്യന്മാരുടെ എല്ലാ കോപ്രായങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. വഖുൽതും ശായിർ, അതിനുശേഷം നിങ്ങൾ പറഞ്ഞു ഇദ്ദേഹം ഒരു കവിയാണ്. ലാ വല്ലാഹി മാ ഹുവ ബിശായിർ, ഇയാളൊരു കവിയുമല്ല. ഖദ് റഅയ്ന ശിഅറ വസമീനാ സുനാഫഹു കുല്ലഹാ, എല്ലാ തരം കവിതകളും നമ്മളെത്ര കേട്ടതാണ്. വഖുൽതും മജ്നൂൻ, അവസാനം നിങ്ങൾ പറഞ്ഞു ഇദ്ദേഹം ഒരു ഭ്രാന്തനാണ്. ലാ വല്ലാഹി മാ ഹുവ ബിമജ്നൂനിൻ ലഖദ് റഅയ്നൽ ജുനൂന, ഭ്രാന്തും നമുക്ക് തിരിയാത്തൊരു ഭ്രാന്തില്ലല്ലോ. യാ മാശറ ഖുറൈശ്, നദർ ബിൻ ഹാരിത്ത് എന്ന് പറഞ്ഞ ഖുറൈശികളുടെ ആ നേതാവ് പറയാ, അതുകൊണ്ട് ഖുറൈശികളെ ഉൻദുറൂ ഫീ ശൈനിക്കും ഫഇന്നഹു ഖദ് വല്ലാഹി നസല ബിക്കും അംറുൻ അദീം, അതുകൊണ്ട് വേറെന്തെങ്കിലൊക്കെ വല്ല ട്രിക്കും ഏർപ്പാടും നിങ്ങൾ നോക്കിക്കോളൂ എന്ന്. ഇത് കൊടിയ ശത്രുവായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുവാൻ വേണ്ടി മുന്നിൽ നിർത്തിയിരുന്ന ഒരാളുടെ വർത്താനമാണ്. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ പറയാ, മുഹമ്മദ് ലാ നുകദ്ദിബുക് ഇന്നാ ലാ നുകദ്ദിബുക്, നീ ഒരു കള്ളവാദിയാണ് നമുക്ക് അഭിപ്രായമില്ല. വലാകിൻ നുകദ്ദിബു ബിമാ ജിഅത ബിഹി, നീ കൊണ്ടുവന്ന ഈ സന്ദേശത്തിലാണ് നമുക്ക് പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ അവതരിപ്പിച്ചു, ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലൂൻ, പ്രവാചകരെ നമുക്കറിയാം അവരാ പറയുന്ന വർത്തമാനം താങ്കളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന്. ഫഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്ന അസ്സാലിമീന ബിആയാതില്ലാഹി യജ്ഹദൂൻ, അവർ യഥാർത്ഥത്തിൽ താങ്കളെയല്ല കളവാക്കുന്നത്. വലാകിന്ന അസ്സാലിമീന, ആ അക്രമികൾ യഥാർത്ഥത്തിൽ കളവാക്കുന്നത് ബിആയാതില്ലാഹി യജ്ഹദൂൻ, അല്ലാഹുവിന്റെ വാക്യങ്ങളെയാകുന്നു. അബൂജഹൽ പറയാ, ഇന്നാ ലാ നുകദ്ദിബുക്, നീ ഒരു കള്ളത്തരം പറയുന്ന ആളാണ് നമുക്ക് അഭിപ്രായമില്ല എന്ന്. ഹിറക്കലിന്റെ അടുത്ത് വെച്ചിട്ട് ഹിറക്കൽ ചോദിക്കുകയാണ്. അതിനു മുമ്പ് സഫാ മലമുകളിൽ കയറിയപ്പോൾ നമുക്കറിയാം എന്താ അവരുടെ പ്രതികരണം. മാ ജറബ്നാ അലൈക കദിബൻ ഖത്തു, നിങ്ങൾ കളവ് പറയില്ല എന്നല്ല പറഞ്ഞു. മാ ജറബ്നാ അലൈക കദിബൻ ഖത്തു, 40 ദിവസം ഒരു പ്രദേശത്ത് അവരുടെ കൂടെ തിന്ന് കുടിച്ച് നടന്ന് കച്ചവടം ചെയ്ത് ഉറങ്ങി എല്ലാ അർത്ഥത്തിലും ജീവിച്ച ഒരു മനുഷ്യനോട്, ആ പ്രദേശത്ത് ഒരുമിച്ച് കൂടാൻ പറ്റിയ എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു സമ്മേളനത്തിൽ അവരുടെ എല്ലാവരുടെയും വക്താവായിക്കൊണ്ട് പറയുകയാണ്, മാ ജറബ്നാ അലൈക കദിബൻ ഖത്തു, ഞങ്ങളുടെ ഇതുവരെ ഉള്ള അനുഭവത്തിൽ താങ്കൾ എന്തെങ്കിലും ഒരു കളവ് പറയുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്ന്. കൈസറിന്റെ മുമ്പിൽ വെച്ച് അബൂ സുഫിയാനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഹൽ തത്തഹിമൂനഹു ബിൽ കദിബ്, അല്ല അബൂ സുഫിയാൻ, അദ്ദേഹം വല്ല കളവും പറയുന്നതായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് ആരോപണമുണ്ടോ? ഖാല ലാ. ഹൽ യഗ്ദിർ? ഖാല ലാ. മൂപ്പരാളെ വല്ലാരെയും പറ്റിച്ചിട്ടുണ്ടോ? ഇല്ല. വനഹ്നു മിൻഹു ഫീ മുദ്ദത്തിൻ ലാ നദ്രി മാ ഹുവ ഫാഇലുൻ ഫീഹാ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല, പറയാനും പറ്റുകയില്ല. അത്രയും കാലം ഞങ്ങളുടെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന്. ഇനി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകൾ ഒരു ഗതിയില്ലാത്ത ആളുകളല്ല. അന്ന് മക്കയിലുണ്ടായിരുന്ന കുറെ ദുർബലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു എന്നത് ശരിയല്ല. ഉയർന്ന കുടുംബത്തിൽ, ഉയർന്ന തറവാട്ടിൽ, എല്ലാ അർത്ഥത്തിലും മാന്യതയും ബഹുമാനവുമുള്ള ആളുകൾ തുടക്കത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഒട്ടും പൊട്ടും ചിരിയാത്ത ആരെങ്കിലും ഇത് കണ്ടിട്ട് അങ്ങനെ അങ്ങ് വന്ന് വരയിൽപ്പെട്ടു പോയതാണ് എന്നൊന്നും പറയാൻ പറ്റുകയില്ല. മാത്രമല്ല, ഈ വന്ന ആളുകളാണ് പിന്നീട് രാജ്യഭരണാധികാരികളായി മാറിയത്. ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഒരുപാട് വർഷം വലിയ സാമ്രാജ്യത്തിലെ സുപ്രീം കോടതി ജഡ്ജിയായത്. ആ കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച പല സഹാബിമാരിൽ ചിലരാണ് വലിയ വലിയ സാമ്രാജ്യങ്ങളെ തകർത്തെറിയുന്ന രൂപത്തിലുള്ള വലിയ വലിയ യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ സൈന്യാധിപന്മാരായി മാറിയത്. ആ കൂട്ടത്തിൽ നിന്ന് വന്നവരാണ് വലിയ വലിയ പണ്ഡിതന്മാരായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാം, എന്തെങ്കിലും ഒരു പൊട്ടീസ് കൊണ്ട് വരയിലാക്കാൻ പറ്റിയ വിഭാഗമായിരുന്നില്ല എന്ന് പിന്നീട് അവരെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടുന്നതിനനുസരിച്ച് അവർക്കൊക്കെയും എന്തെങ്കിലും ഒരു ഗ്രാൻഡ് കിട്ടുകയായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നല്ല ഒരു ധനികയായ ഒരു സമ്പന്ന കുടുംബത്തിലുള്ള ഒരു ഭാര്യ തിരുമേനിയുടെ ദഅവത്തിൽ വിശ്വസിച്ചത് മുതൽ കഷ്ടകാലം ആരംഭിക്കുകയായിരുന്നു. ഭൗതിക വീക്ഷണത്തിൽ 3 വർഷം പട്ടിണി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കാൻ ഉമ്മമാരുടെ മാറത്ത് മുലയിൽ മുലപ്പാലുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇലകളും തോലൊക്കെ വെള്ളത്തിലിട്ട് പൊതിർത്തിയിട്ട് അത് തിന്നുക. ഈ ആളുകൾ ഇത് സഹിക്കുന്നത് എന്തിനാ? 3 കൊല്ലം ശൈബ് അബി ത്വാലിബിൽ, ആ കൂട്ടത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയും. ഇതൊരു പ്രവാചക സ്നേഹത്തിന്റെ ഒരു യഥാർത്ഥ രൂപമാണല്ലോ ഇത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതിന്റെ യാഥാർത്ഥ്യമാണല്ലോ അത്. സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്ന പോക്കിൽ തന്നെ കുറച്ചു നേരം മുമ്പിൽ നടക്കുക. മുമ്പിൽ നടക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, പിന്നിൽ ആരെങ്കിലും വന്ന് വല്ല കല്ലോ എടുത്ത് എറിയോ എന്തെങ്കിലും ചെയ്യോ. അദ്ദേഹം അല്ല റസൂലേ, നിങ്ങൾ കുറച്ച് മുമ്പിൽ നടക്കും, ഞാൻ ബേക്കിൽ നടക്കാം, അതായിരിക്കും നല്ലത്. മുമ്പിൽ നടക്കുന്ന എന്തിനാന്ന് വെച്ചാൽ വല്ല കൊടിയിലും കാല് ചവിട്ടിപ്പോണ്ട, കൂരിരുട്ടത്ത് ഇങ്ങനെ പോവല്ലേ മരുഭൂമിയിൽ. ഇതൊക്കെ ശരിക്കും അനുഭവിക്കണമെങ്കിൽ ഈ നിങ്ങളുടെ കൂട്ടത്തിൽ മക്കത്തും മദീനത്തൊക്കെ പോയാലോ നോക്കിയാൽ അറിയാം. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ആ വഴി 100-400 കിലോമീറ്റർ. നല്ലൊരു വാഹനം ഉണ്ടായാൽ പോലും മടുത്തു പോകും. ഇപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മണിക്കൂറുകൾ എടുക്കണം ബസ്സിൽ പോകാൻ. AC ഇല്ലെങ്കിൽ ഓടിക്കുന്ന ഡ്രൈവറോടും കമ്പനിയോടും മുഴുവൻ മനുഷ്യർ ചൂടാവും. അവരെ ഹജ്ജും ഉംറയും ഒക്കെ നശിപ്പിക്കുന്ന രൂപത്തിൽ ദേഷ്യം പിടിക്കും. അവരെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കിയാൽ അറിയാം, 50 വയസ്സായ ഒരു മനുഷ്യൻ, അല്ല 53 വയസ്സ്. 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. 13ാമത്തെ വർഷം ഹിജ്റ പോവുകയാണ്. 53ാമത്തെ വയസ്സിൽ വാഹനമുണ്ടോ? ആ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവനും കൊണ്ടാണ് പോകുന്നത്. എന്തെങ്കിലും ഉണ്ടോ? ആ ജീവനും ആദർശവും. അങ്ങനെയാണ് ദീനുൽ ഇസ്ലാമിനെ വിജയിപ്പിക്കുന്നത്. ആ തിരുമേനിയെ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു മനുഷ്യൻ വീട്ടിലേക്ക് ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എല്ലാ സഹാബിമാരോടും പല രൂപത്തിലും മദീനയിലേക്ക് രക്ഷപ്പെട്ടുകൊള്ളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറെ, താങ്കൾ പോകരുത്. ഹത്താ യഅ്ദനല്ലാഹു ലീ, എനിക്ക് പോകാനുള്ള അപ്പോയിന്റ്മെന്റ് അല്ലാഹു തരുന്നത് വരെ താങ്കൾ അവിടെ വേണം. അങ്ങനെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിലിൽ ചെന്ന് മുട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വാതിൽ തുറന്നു കൊടുത്തു. അൽ ആന യാ അബൂബക്കർ, ഇതാ പോകാനായിരിക്കുന്നു നമ്മൾക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം അങ്ങോട്ട് പറയുമ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫറഅയ്തു അബീ യബ്കി ഫമാ റഅയ്തു അഹദൻ യബ്കി മിൻ ശിദ്ദത്തിൽ ഫറഹ് കമാ യബ്കി. ഈ കൂരിരട്ടത്തൊരു വാഹനമില്ല,
അങ്ങനെ ഹിജ്റ പോകാൻ അബൂബക്കറെ ഒരുങ്ങിക്കോ, പോകാം, അള്ളാഹുവിന്റെ ഓർഡർ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷം കൊണ്ട് കരഞ്ഞു. എന്റെ വാപ്പ സന്തോഷം കൊണ്ട് അങ്ങനെ കരയുന്നത് പോലെ ഞാനൊരാളും കരയുന്നത് കണ്ടിട്ടില്ല. ഇന്ന് നബിയുടെ സംസാരിയുടെ മുമ്പിൽ നടക്കുക. മുമ്പിൽ ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നിൽ ആരെങ്കിലും വന്ന് കല്ലെറിയോ അല്ലെങ്കിൽ പിടിക്കുമോ, അപ്പൊ പിന്നിലേക്ക് നടക്കുക. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വ്യക്തിയെ ആയിരുന്നില്ല സംരക്ഷിച്ചിരുന്നത്, മറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സംരക്ഷിച്ചിരുന്നത് ദീനുൽ ഇസ്ലാമിനെ ആയിരുന്നു. ആ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിച്ച, ദീനുൽ ഇസ്ലാമിന് കാവൽ തീർച്ച ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതിന് തൊട്ടു മുമ്പ് നടത്തിയ പ്രഭാഷണത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രഖ്യാപിച്ചു, ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഇത്തഖൽതു അബൂബക്കറിൻ ഖലീലാ. ഈ ലോകത്ത് ആത്മമിത്രമായി ഏറ്റവും വലിയ സ്നേഹഭാജനമായി ഞാൻ ആരെയെങ്കിലും സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ അബൂബക്കറിനെ സ്വീകരിക്കുമായിരുന്നു എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മന്ദിരം പണിയായിരുന്നു. ഗുഹയിലെത്തി. ഗുഹയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സൈഡിൽ നിർത്തി അദ്ദേഹം പറയുകയാണ്, മഹ്ലൻ യാ റസൂലല്ലാഹ്, ഞാൻ കയറട്ടെ. ആ ഗുഹയിൽ കയറി ഗുഹയ്ക്കൊന്ന് പോയി നോക്കണമെന്ന് എല്ലാ ഭാഗങ്ങളും തപ്പി. എന്നിട്ട് ഓരോ ഭാഗവും ഓരോ ഓട്ടയും അടച്ചു. എന്നിട്ട് അവിടെ ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്ന് കാലും നീട്ടിയിരുന്നു. 10-60 വയസ്സോടടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലെ നടന്ന് കുഴങ്ങിയതല്ലേ, കുറച്ചു നേരം വന്ന് കടന്നോളി, ഇതാ എന്റെ മടി തലയും വെച്ച് കടന്നോളി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഓട്ട. ആ ഓട്ട ബാക്കിയുണ്ടത് അടക്കാൻ ഒരു സാധനം കയ്യിലില്ല. അപ്പൊ കാലുകൊണ്ട് അങ്ങോട്ടേക്ക് അടക്കുക, കാലങ്ങോട്ടെ നീക്കിയിട്ട് ആ ഓട്ട അടക്കുക. അപ്പോൾ തേള് വന്നിട്ട് കാലിന് കുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്ക് ഈ അടങ്ങാറ് പിടിച്ച യാത്രയും കഴിഞ്ഞ് മയങ്ങിപ്പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദന കൊണ്ട് പൊളയുന്ന കാല് ഇളക്കിയാൽ തിരുമേനിയുടെ ഉറക്കം പോയി പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഇളക്കാതെ സഹിക്കുക. ഖൈർ യാ റസൂലല്ലാഹ്, ഒന്നുമില്ല. അപ്പോൾ തെളിഞ്ഞ റസൂലിനോട് പറഞ്ഞു, ഒരു തേള് എന്നെ വന്ന് ഉപദ്രവിച്ച്, അതുകൊണ്ട് മുറിഞ്ഞിട്ട് ചോര ഒലിക്കുന്നുണ്ട്. എന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ. പ്രവാചകരെ സ്നേഹിച്ച ഒരു തലമുറയാണ്. തിരുമേനിയോടൊപ്പം നല്ല സമ്പന്നനായ അദ്ദേഹം മാത്രമല്ല, ആ കുടുംബം ഒന്നടങ്കം ആണും പെണ്ണും. എന്താ സ്നേഹം! അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഗുഹയിലേക്ക് എത്തിച്ചു കൊടുക്കുക. വീട്ടിൽ നിന്ന് ഉറങ്ങാതെ അസ്മാ റളിയല്ലാഹു അൻഹ പിറ്റേന്ന് അബൂജഹൽ ചെന്നിട്ട് ചോദിക്കുക, എവിടെ പോയി നിന്റെ വാപ്പ? ഇതെന്താ എന്നോട് ചോദിക്കുക, ഞാൻ എന്റെ വാപ്പാനെ നോക്കി നടക്കുക. അപ്പൊ അബൂജഹൽ കൈ കൊണ്ട് ഒരൊറ്റ അടിയ. ആ പെൺകുട്ടിയെ തല്ലി അബൂജഹൽ. ആ തല്ല് കൊണ്ടു. ആ മഹദിയുടെ മക്കൾ ആരൊക്കെയാണെന്ന് ചരിത്രത്തിൽ നിങ്ങൾ പഠിക്കണം. അബ്ദുല്ലാഹിബിൻ സുബൈർ, അദ്ദേഹത്തിന്റെ മക്കൾ ആരാന്ന് പഠിക്കണം. സുബൈർ ബിൻ അൽ അവ്വാം, അദ്ദേഹത്തിന്റെ മക്കൾ ഉർവത്ത് ബിൻ സുബൈർ. ഇസ്ലാമിക ലോകത്തിന്, ചരിത്രത്തിന് ധീരന്മാരെ സംഭാവന ചെയ്ത ഒരു വലിയ കുടുംബം. അവരൊക്കെ പ്രവാചകനെ സ്നേഹിച്ചത് എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒപ്പിയെടുത്തുകൊണ്ട് കുടുംബത്തിൽ മൊത്തം പാസാക്കി, പ്രാക്ടിക്കലാക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നേടിയെടുത്ത ആളുകൾ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹിജ്റ പോകുന്നതിന് മുമ്പ് തിരുമേനിയെ സ്നേഹിച്ച കോലാണ് ഈ പറയുന്നത്. നല്ല ആയുധങ്ങളും ഊരിപ്പിടിച്ച് വീട്ടിന്റെ ചുറ്റിലും ആള് നിൽക്കുക. അപ്പൊ ഈ ചെറുപ്പക്കാരൻ അലിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി വിളിച്ച് പറഞ്ഞു കൊടുക്കുക, അലി, ഞാൻ പോവുകയാണ്, അള്ളാഹുവിന്റെ ഓർഡർ ലഭിച്ചിരിക്കുന്നു, ഞാൻ പോവുകയാണ്.
പോകുമ്പോൾ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് ബേജാറുള്ളൂ. എന്താണത്? അത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. എന്നെ ഈ കൊല്ലാൻ വേണ്ടി വട്ടം വളഞ്ഞിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കൗമിൽ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച കുറച്ച് സാധനങ്ങളുണ്ട്. ഇന്നത് ഇന്നയാൾക്ക് നാളെ നേരം പെടുത്താ കൊണ്ടുപോയി കൊടുക്കണം, ഇന്നത് ഇന്നയാൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഒരു വീഴ്ചയും വരുത്തരുത്. ഞാൻ പോയാൽ അവരുടെ അവകാശങ്ങളൊന്നും, അവരെന്നെ ഏൽപ്പിച്ച അമാനത്തുകളൊന്നും അവർക്ക് കിട്ടാതെയായി പോകരുത്. ധൈര്യസമേതം ജീവൻ പണയം വെച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുക്കുന്നു. ഇവിടെ ആരെയാണ് നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത്? ജീവൻ കയ്യിലെടുത്ത് റൂഹും കയ്യിൽ പിടിച്ചു പോകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തതയെയാണോ നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത്? ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്ന വിരിപ്പിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണോ? രണ്ടുപേരെയും. ഇവരൊക്കെ പ്രവാചകനെ സ്നേഹിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, തിരുമേനി പിന്നീട് അതിങ്ങനെ പറയുന്നുണ്ട്, ഏതോ ജാഹിലിയ്യ കാലത്ത് സ്വന്തം കൈകൊണ്ട് പണിതുണ്ടാക്കുന്ന, കൊത്തിയുണ്ടാക്കുന്ന കല്ലിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ശത്രുക്കൾ അമ്പെയ്യുമ്പോൾ ആ അമ്പിന് നേരെ ചാടി വീണുകൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറെ ദൂരെ ഉണ്ടായിരുന്ന ആ സഹാബി ഓടി വന്നിട്ട് ആ അമ്പ് വരുന്നതിന് നെറുകെ കുറുകെ വിലങ്ങനെ നിന്നിട്ട് തിരുമേനിയോട് പറയാ, നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്, പ്രവാചകരെ എന്റെ മഞ്ഞത്തേക്ക് വന്നോട്ടെ, താങ്കളുടെ ദേഹത്ത് സ്പർശിക്കരുത്. ആ പ്രവാചകർ ഇന്ന് നമ്മുടെ കൂടെയില്ലെങ്കിലും ആ പ്രവാചകൻ നമ്മെ ഏൽപ്പിച്ച ദീനുൽ ഇസ്ലാം നമ്മളുടെ കൂടെയുണ്ട്. ആ ദീനുൽ ഇസ്ലാമിന് നേരെ വരുന്ന അമ്പുകൾക്ക് നേരെ ഹൃദയം കാണിച്ചു കൊടുക്കുവാൻ, മാറ് കാണിച്ചു കൊടുക്കുവാൻ മുസ്ലിം സമൂഹം തയ്യാറുണ്ടെങ്കിൽ അതാണ് പ്രവാചകനോടുള്ള സ്നേഹം. നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കളുടെ സന്ദേശം പ്രചരിപ്പിക്കുവാനും ആ ദൗത്യം നിർവഹിക്കുവാനും ആളില്ലാത്ത ഈ കാലത്ത്, ദീനുൽ ഇസ്ലാമിനെ ചവിട്ടി മെതിക്കുന്ന ഈ കാലത്ത്, പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന ഈ കാലത്ത്, ഈ പ്രവാചക അധ്യാപനങ്ങൾക്ക് സംരക്ഷണം തീർത്തുകൊണ്ട് അതിന് നേരെ വരുന്ന കൂരമ്പുകൾക്ക് വിരിമാറ് കാണിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ പ്രതിരോധം തീർക്കുവാൻ മുസ്ലിം സമൂഹം തയ്യാറാണോ? അതാണ് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക എന്ന് ഞാൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് ഒരുപാട് പരിക്കുകൾ സഹാബിമാർക്ക്, യുദ്ധത്തിൽ സന്തോഷിക്കാനുള്ള വകയൊന്നുമല്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പ്രയാസമുണ്ടായ യുദ്ധം കഴിഞ്ഞ് പരവശരായി വരുന്ന സഹാബിമാരുടെ സ്വീകരിക്കാൻ ഒരു മഹദി കാത്തിരിക്കുകയാണ്. ആ മഹദിയെ കാണുമ്പോൾ എന്താണ് മറുപടി പറയേണ്ടതെന്ന് സഹാബിമാർക്ക് അറിഞ്ഞുകൂടാ. അവരുടെ മക്കളെ സംബന്ധിച്ച് ചോദിച്ചാൽ എല്ലാം രക്തത്തിൽ കുളിച്ച് ആ യുദ്ധക്കളത്തിൽ ചേതനയറ്റ് കിടക്കുകയാണ്. ഭർത്താവിനെ സംബന്ധിച്ച് ചോദിച്ചാൽ അതും അങ്ങനെ തന്നെയാണ്. എങ്ങനെ പറയണം, എന്ത് പറയണം? ഇന്നലെ ഉമ്മ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാമെന്നും പറഞ്ഞുകൊണ്ട് പോയ മക്കളോ മറ്റാരും തിരിച്ചു വരാത്ത ആ സന്ദർഭത്തിൽ ആ സ്ത്രീയോടെന്ത് മറുപടി പറയണം? മക്കളെ സംബന്ധിച്ചല്ല ചോദിക്കുന്നത്. അല്ലയോ മഹദി, താങ്കൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാം അള്ളാഹുവിലേക്ക് യാത്രയായി. ആ പറയുന്നത് പോലും ആ സ്ത്രീ മനസ്സിലാക്കുന്നില്ല, കേൾക്കുന്നില്ല. അവർക്ക് താല്പര്യം അതൊന്നും അറിയാനല്ല. കൈഫ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലിന് എന്ത് പറ്റി?
അള്ളാഹുവിന്റെ റസൂലിന് കുഴപ്പമൊന്നുമില്ല, തിരിച്ചു വരുന്നുണ്ട്. സന്തോഷത്തോടുകൂടി ആ സ്ത്രീ പറയുകയാണ്, കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ബാക്കി ഒന്നും ഒരു വിഷയമല്ല. ആ പ്രവാചക സ്നേഹത്തിന്റെ രൂപം ഒരു തള്ള മക്കളെ നല്ല തെർബിയത്ത് നൽകി വളർത്തി. മോനെ, നീ എന്തായാലും എനിക്ക് കുഴപ്പമില്ല, എന്ത് പഠിച്ചാലും എനിക്ക് കുഴപ്പമില്ല, നിന്റെ ജീവിതം ഈ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയാകണം. ഞാൻ ഈ നൊന്തുപെറ്റ് നിന്നെ പോറ്റി വളർത്തി കോലത്തിലാക്കിയത് എനിക്ക് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുവാനുള്ളത് ഒന്ന് മാത്രമാണ്, ഇസ്ലാമിന്റെ വക്താവും പ്രയോക്താവുമായി മാറണം. ഇനിയൊരു റസൂല് വരികയില്ല. ഈ ദൗത്യം ഉയർത്തിപ്പിടിക്കേണ്ടതും എത്തിച്ചു കൊടുക്കേണ്ടതും മകനെ മകളെ നിങ്ങളാണ്. അതുകൊണ്ട് ആ ഉമ്മയുടെ മാതൃകയാണത്, മക്കളെ. എന്നിട്ട് അത് കേട്ടിട്ട് ഷഹീദായ വിവരമറിയുമ്പോൾ ആ ഉമ്മ ലോകത്ത് ഇതുവരെ സന്തോഷിക്കാത്ത വണ്ണം സന്തോഷിക്കുന്നു. അതാണ് പ്രവാചകനോടുള്ള സ്നേഹം. അല്ലാതെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു ചില കാട്ടിക്കൂട്ടലുകളുടെ പേരല്ല പ്രവാചകനോടുള്ള സ്നേഹം എന്ന് എനിക്ക് പറയുവാനുള്ളത്. ഒരു സഹാബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയാണ്. സൗബാൻ മുഖകാകെ കോലം കെട്ടിട്ട് കാണുമ്പോ തന്നെ എന്തോ ഒരു അസുഖം പിടിച്ചതുപോലെ. ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ചെറുപ്പക്കാരൻ. മല്ലദീ ഗയ്യറക യാ സൗബാൻ, എന്തു പറ്റി സഹോദര? അപ്പൊ ആ സഹാബി പറയാൻ, യാ റസൂലല്ലാഹ് അകൂനു ഫിൽ ബൈത്ത് ഫഅദ്കുറുക്. ഞാൻ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പ്രവാചകരെ താങ്കളുടെ മുഖം എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. വഅസ്തൗഹിഷ്, അധികം പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുകയില്ല. സുമ്മ ദകർതുൽ ആഖിറ, പിന്നെ ഞാൻ പരലോകത്തെ സംബന്ധിച്ച് ആലോചിച്ചു പോയി. ഫൈദാ ദഖൽതുൽ ജന്ന, ഇനി അഥവാ ഞാൻ സ്വർഗത്തിൽ എത്തിയാൽ പോലും വാന ഫീ മൻസിലത്തിൻ ദൂന മൻസിലതിക്, താങ്കൾ എത്രയോ ഉയർന്ന ജന്നാത്തുൽ ഫിർദൗസിന്റെ ഏറ്റവും ഉന്നതമായ വിധാനത്തിലായിരിക്കും. ഈ പാപം ഒരു ഭാഗത്ത്. വഇല്ലം അദ്ഖുലിൽ ജന്നത ഫലൻ അറാക അബദാ, ഇനി അഥവാ സ്വർഗത്തിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ താങ്കളെ എനിക്ക് പിന്നെ കാണാൻ കഴിയുകയില്ലല്ലോ എന്നാലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് വന്നതാണ്. ഇതിന് മറുപടി അല്ലാഹു ആണ് പറയുന്നത്. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യിന വസ്-സിദ്ദീഖീന വശ്-ശുഹദാ വസ്-സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖാ. അങ്ങനെയാണ് അള്ളാഹുവേയും അവൻ പ്രവാചകനെയും ആരെ അനുസരിക്കുമോ അവരുടെ ശിരസ വയ്ക്കുന്നുവോ അറ്റം ആളുകൾക്കെല്ലാം ആ സൗഭാഗ്യം ലഭിക്കുന്നതാണ്. ആരോടൊപ്പം അവരോടൊപ്പം മിനൻ നബിയ്യീൻ, എല്ലാ പ്രവാചകന്മാരോടൊപ്പം വസ്സദീഖീൻ, അബൂബക്കർ സിദ്ദീഖോടൊപ്പം വസ്സാലിഹീൻ, ശുഹദാക്കളോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം. അതുകൊണ്ട് സന്തോഷിച്ചോടണം. എത്ര വിശിഷ്ടമായ സഹവാസം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവും അല്ലാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കുക എന്നാണ്. ശരിയാണ് അവർ പറഞ്ഞത്. ചില എന്ത് പഠിച്ചു എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ കാര്യം പഠിക്കേണ്ടത്. ഞങ്ങൾ നീ നയിക്കമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ആരനുഗ്രഹിച്ചിട്ട് പറഞ്ഞത് അനുസരിക്കേണ്ടതില്ല, താങ്കളെ പോലെ ശ്രമിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ കൂടെ എത്താൻ അള്ളാഹുവിനെ മനസ്സിക്കുക തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംബന്ധിച്ച് പറയുമ്പോൾ ജീവിതത്തിന്റെ ഓരോ ഭാഗവും വേറെ ചോദിച്ചാൽ അതിശയം എന്തൊക്കെയാ പഠിച്ചു ആലോചിച്ച് നോക്കും. ഇങ്ങനെ ചെയ്യണോ? ഒരു സാവി പറയാ,
കുന്തു അഖുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിധം ആന ഉള്ള ഒരാൾ വെച്ചാൽ ഒരു ചെറുപ്പത്തോ ഇവരെ കാല് ചെറിയ മകൾ കാട്ടിക്കൂട്ടൊക്കെ സുഹൃത്തുക്കളോടെ ചിലപ്പോൾ പറഞ്ഞു മോശം പരിപാടികളൊക്കെ ചെറിയ അത് ദീന ഇത് കൊണ്ട് ഞാൻ എന്റെ പാത്രമാണ് പേര് പറഞ്ഞുകൊടുക്കുക പറഞ്ഞു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്ന് പറയണം. നിന്റെ വലത് കൈകൊണ്ട് കഴിക്കണം. അടുത്ത് സമീപത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. നോക്കൂ, അപ്പോൾ ഞാൻ എന്തൊരു ദീനാണിത്! ഇങ്ങനെ മനുഷ്യ കൃപാചൻ ഞാൻ എന്താ നമസ്കാരത്തിൽ ഓതണമെന്നായിരിക്കും ഞാൻ നമസ്കാരത്തിൽ അങ്ങനെ നമസ്കാരം പഠിപ്പിക്കുന്നു. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചത് ഓരോ വിഷയം മാത്രം കുട്ടികളോട് പഠിച്ചു എന്ന് പറഞ്ഞ വലിയ മാത്രം അങ്ങനെ പുസ്തകം ഓരോ ഞാൻ ചോദിച്ചത് ഞാൻ